180 ദിവസങ്ങൾക്കകത്ത് 6 മാസങ്ങൾക്കകത്ത് നമ്മുടെ ശരീരത്തിൽ 99% കോശങ്ങളും പുനർജീവിക്കപ്പെടും. അതായത് പഴയത് പോയി പുതിയത് വരും. അപ്പോൾ ഇത്രയും ഫാസ്റ്റായിട്ടാണ് ശരീരം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് കായകൽപ്പം. മാറ്റത്തെ അതിജീവിക്കുന്ന ഒരു ശരീരത്തെ നമ്മുടെ ഉള്ളിൽ വഹിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോണത്. ആഴ്ചയിൽ 6 ദിവസം 3 നേരം 4 നേരമൊക്കെ അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ച് ഒരു ദിവസം കഴിക്കാതിരുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും ചേഞ്ചസ് ബോഡിയിൽ ഉണ്ടാവുമോ? ലൈഫിൽ തന്നെ ഒരു ചേഞ്ച് ഉണ്ടാകുമോ? ഇതും ആധുനിക വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പം. അതായത് അപ്പോൾ പറയാം, എന്നാൽ പിന്നെ ഒരെണ്ണം നോക്കാം, വേണ്ടെങ്കിലും ശരീരം പറഞ്ഞു വേണ്ട, ബുദ്ധി പറഞ്ഞു വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക. കാരണം ഇൻഫർമേഷൻ, വി ആർ ഓൾവേസ് ഫൂൾഡ് ബൈ ഇൻഫർമേഷൻസ്. അതുകൊണ്ടാണ് പറയുന്നത് മാൻ ഈസ് നത്തിങ് ബട്ട് എ സോഷ്യൽ അനിമൽ എന്ന്. യു ആർ വാട്ട് യു തിങ്ക്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണോ അറിയുന്നത്, അതാണ് നിങ്ങളുടെ അനുഭവം. അപ്പോൾ എനിക്കിനി വണ്ണം കൂടും, വണ്ണം കുറയില്ല, വർക്കൗട്ട് ചെയ്തിട്ടും കാര്യമില്ല എന്ന ചിന്ത മനസ്സിൽ വച്ചുകൊണ്ട് നടക്കുന്ന ഒരാളിന് വണ്ണം ഒരിക്കലും കുറയില്ല. എന്നാൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ, നത്തിങ് ഈസ് പെർമനൻറ്റ്. ഒന്നും അസാധ്യമല്ല, ഒന്നും സ്ഥിരമല്ല. ഈ ശരീരത്തെ നമ്മൾ ശരീരം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അറിയില്ല. പാശ്ചാത്യർ പറഞ്ഞു തന്നില്ലല്ലോ, പിന്നെന്തിനാ നമ്മളത് അറിയുന്നത്? ശീര്യതേ അനേന ഇതി ശരീര എന്നാണ്. അതായത് ശീര്യത എന്ന വാക്കിൻ്റെ അർത്ഥം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നത്, കണ്ടിന്യൂസ്ലി മ്യൂട്ടേറ്റിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ ശരീരമല്ല നമ്മുടെ ഇന്നത്തെ ശരീരം, അത് മാറിക്കഴിഞ്ഞു. ഏത് ഒരു പരിധി വരെ 4 ദിവസത്തിനുള്ളിൽ ഓരോ 4 ദിവസത്തിലും നമ്മുടെ ശരീരത്തിലെ ഒരു ലെയർ സ്കിൻ പോവുകയാണ്, നമ്മളത് അറിയുന്നില്ല. 180 ദിവസങ്ങൾക്കകത്ത് 6 മാസങ്ങൾക്കകത്ത് നമ്മുടെ ശരീരത്തിൽ 99% കോശങ്ങളും പുനർജീവിക്കപ്പെടും. അതായത് പഴയത് പോയി പുതിയത് വരും. അപ്പോൾ ഇത്രയും ഫാസ്റ്റായിട്ടാണ് ശരീരം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ കായകൽപ്പം എന്നൊരു സംവിധാനം നമുക്കുണ്ടായിരുന്നു. കായം എന്ന് പറഞ്ഞാൽ ശരീരം, കൽപ്പം എന്നാൽ കാലത്തെ അതിജീവിക്കുന്നത്. അപ്പോൾ കാലത്തെ, ടൈമിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു തത്വം നമ്മുടെ ഉള്ളിലുണ്ട്. തത്വം എന്ന് കേൾക്കുമ്പോൾ തിയറിയെന്നേ അറിയൂ. തത് എന്ന് പറഞ്ഞാൽ അത്, ത്വം എന്ന് പറഞ്ഞാൽ നീ എന്നാണ്. തത്വമസി എന്ന് കേട്ടിട്ടില്ല? തത് അത്, ത്വം നീ, അസി ആകുന്നു. അപ്പോൾ ഈ തത്വം എന്ന് പറഞ്ഞാൽ തത് റിയാലിറ്റി. നമ്മുടെ മാറ്റങ്ങൾക്ക് അതീതമായൊരു റിയാലിറ്റി നമ്മിലുണ്ട്. ആ തത്വത്തെ നമ്മൾ അറിയണം. അതാണ് നീ. അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. ആ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മാറ്റങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന ഒരു മാറ്റമില്ലായ്മ, ഒരു സ്റ്റെബിലിറ്റി നമ്മളിലുണ്ട്. അത് മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അപ്പോൾ അതാണ് കായകൽപ്പം. മാറ്റത്തെ അതിജീവിക്കുന്ന ഒരു ശരീരത്തെ നമ്മുടെ ഉള്ളിൽ വഹിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോണത്. അത് മനസ്സിലാക്കിയാൽ ശരീരത്തിലെ ഡെഡ് സെൽസിനെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് റിമൂവ് ചെയ്യാൻ കഴിയും. കായകൽപ്പത്തിൻ്റെ അടിസ്ഥാന തത്വം ഫാസ്റ്റിംഗ് ആണ്, ഉപവാസം. പണ്ടത്തെ സ്ത്രീകൾക്കറിയാം ഏകാദശി, തിങ്കളാഴ്ച വ്രതം കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ത്രീകൾ ഞാൻ പുരുഷന് സമാനമാണ്, പണ്ടത്തെ സ്ത്രീകളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. നീ ഏകാദശി നോമ്പ് നോറ്റാലോ, തിങ്കളാഴ്ച വ്രതമെടുത്ത് ശിവൻ കോവിലിൽ പോയാലോ നിൻ്റെ ഇണയ്ക്ക്, നിൻ്റെ ഭർത്താവിന് ആരോഗ്യ സൗഖ്യം ഉണ്ടാവും. അപ്പോൾ ഇവൾ എന്തായാലും ഒരു ദിവസം പട്ടിണി കിടന്നാൽ എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരന് നല്ലത് വരുമല്ലോ എന്ന് വെച്ച് പട്ടിണി കിടക്കും. സത്യത്തിൽ അവനല്ല പ്രയോജനം, ഇവൾക്ക് തന്നെയാണ്. ഇതിന് ഈ നിർജ്ജലോപവാസം എന്ന് പറയും. ഏകാദശി, ഒരു മാസത്തിൽ 2 ഏകാദശി വരാം. നിർജ്ജലം, ജലം പോലും കഴിക്കാതെ 12 മണിക്കൂർ നാം ശരീരത്തെ പിടിച്ചു നിർത്തിയാൽ ഈ ദഹന വ്യവസ്ഥ റെസ്റ്റ് എടുക്കും. ദഹന വ്യവസ്ഥ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ആ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതിനെയാണ് ജഠര അഗ്നി എന്ന് പറയുന്നത്. ദഹിപ്പിക്കാൻ എടുക്കുന്ന ആ അഗ്നി, അതിന് ചെലവഴിക്കുന്ന അഗ്നി എന്തു ചെയ്യും? ശരീരത്തിലെ മൃതകോശങ്ങളെ കംപ്ലീറ്റ് എരിച്ച് പുറത്ത് കളയും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഉപവാസത്തെ ഒരു ഔഷധമായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയും ഈ PCOD കുറിച്ച് കംപ്ലൈൻറ്റ് പറയില്ല. ഒരു സ്വാഭാവിക ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ ആഴ്ചയിൽ 6 ദിവസം 3 നേരം 4 നേരമൊക്കെ അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ച് ഒരു ദിവസം കഴിക്കാതിരുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും ചേഞ്ചസ് ബോഡിയിൽ ഉണ്ടാവുമോ? ലൈഫിൽ തന്നെ ഒരു ചേഞ്ച് ഉണ്ടാകുമോ? ഇതും ആധുനിക വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പം.
സോറി. അതായത് 12 മണിക്കൂർ ആഴ്ചയിൽ ഒരു ദിവസം ആഹാരത്തെ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക്, അതാണോ പെണ്ണോ, അവരിലുള്ള ഒരു വാസനാപരമായ കഴിവ് ഉണരും. നമുക്ക് ബുദ്ധി മാത്രമല്ല, നമുക്കൊരു വാസന കൂടെ ഉണ്ട്. ഇൻ്റലക്റ്റും ഇൻസ്റ്റിങ്ക്റ്റും ഉണ്ട്. ആ ഇൻസ്റ്റിങ്ക്റ്റ് ഉണർന്നു കഴിഞ്ഞാൽ അമിത ആഹാരം വിഷമാണെന്ന് ശരീരം പറയും. അതായത് അന്നാത് ഭവന്തി ഭൂതാനി, അതായത് ആരോഗ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം അന്നമാണ്. അതുകൊണ്ടാണ് പഴയ ആൾക്കാർ പറയും, മലയാളമൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയില്ലല്ലോ, അന്നം പിഴച്ചവൻ്റെ ഉന്നം പിഴച്ചു എന്നാണ്. ജീവിതത്തിന് നമുക്ക് ലക്ഷ്യമുണ്ട്, അതിൽ അന്നം തെറ്റിയാൽ അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തെറ്റി എന്ന് കുട്ടിയിലെ ആൾക്കാർ പറഞ്ഞ് കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം 12 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും അമിതമായി പിന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. അത് ആഹാരത്തെ ഔഷധമായി ഉപയോഗിക്കണമെന്ന ഒരു മൃഗീയ വാസന. മൃഗീയ വാസന അത്ര മോശമൊന്നുമല്ല. ഒരു പശുവിനെ നിങ്ങൾക്ക് ആഹാരം കാണിച്ച് പറ്റിക്കാൻ പറ്റില്ല. എത്ര നന്നായി കുക്ക് ചെയ്ത ഒരു ചിക്കൻ പീസായാലും പശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നാലോ പശു കഴിക്കില്ല. അത് മണത്തിട്ട് അതെൻ്റെ പണിക്ക് പോകും. കാരണം ഇതിൻ്റെ ദഹന വ്യവസ്ഥയ്ക്ക് ചേർന്ന സാധനമല്ല എന്ന് അതിനറിയാം. പക്ഷെ നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു കേക്ക് കൊണ്ടുവച്ചു, അത് കണ്ടപ്പോഴേ തന്നെ നമ്മുടെ വാസന പറഞ്ഞു, അത് വേണ്ട, പറ്റില്ല, മധുരമായിരിക്കും, അതിൽ വേറെ എന്തൊക്കെയോ കെമിക്കലുണ്ട്. പക്ഷേ ഇത് നോക്ക്, ഇത് മറ്റേ ഇൻ്റർകോണ്ടിനൽ അവിടുത്തെ ഷെഫ്, ഇൻ്റർനാഷണൽ ഇത്ര അവാർഡ് നേടിയ ഷെഫ് മേടിച്ചതാണ്, പുള്ളിയുടെ ഇതാണ് ഡയറ്റ് ചാർട്ട് ഇങ്ങനെയൊക്കെയാണ്, ഇറ്റ്സ് വെരി വെരി പ്രോമിസിങ് എന്നും പറഞ്ഞ് കുറേ ഇൻഫർമേഷൻ തരുകയാണ്. അപ്പോൾ പറയും എന്നാൽ പിന്നെ ഒരെണ്ണം നോക്കാം, വേണ്ടെങ്കിലും ശരീരം പറഞ്ഞു വേണ്ടെന്ന്, ബുദ്ധി പറഞ്ഞു വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ച് നോക്കുക. കാരണം ഇൻഫർമേഷൻ, വി ആർ ഓൾവേസ് ഫൂൾഡ് ബൈ ഇൻഫർമേഷൻസ്. അതുകൊണ്ടാണ് പറയുന്നത് മാൻ ഈസ് നത്തിങ് ബട്ട് എ സോഷ്യൽ അനിമൽ എന്നാണ്. നമ്മളെല്ലാം യഥാർത്ഥത്തിൽ മൃഗങ്ങളാണ്, ജന്തുക്കളാണ്, അല്ലേ? 2 കാലിൽ നടക്കുന്ന ജന്തുവായാണ് നാം ഓരോരുത്തരും ജനിക്കുന്നത്. അതിൽ പിന്നെ മനനത്തിലൂടെയാണ് അവൻ മനുഷ്യനായി മാറുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ശാസ്ത്രം പഠിപ്പിച്ചിരുന്നത്. പക്ഷെ അതൊന്നും ഇപ്പോൾ പഠിച്ചുകൂടാ. അപ്പോൾ ഈ ജന്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു മൃഗീയമായ ഒരു വാസന നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ പൂർണ്ണമായും നാം ഇഗ്നോർ ചെയ്തിട്ട് വെറും ബൗദ്ധികമായ മാനുഷികമായ ബുദ്ധിയെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ അബദ്ധങ്ങൾ പറ്റുന്നത്. അപ്പോൾ ഇതിലുള്ള ഈ വാസന ഒന്ന് ഉണർത്തിയെടുത്താൽ അതിന് ഏറ്റവും നല്ലത് ഫാസ്റ്റിംഗ് ആണ്. ഇപ്പം അലഞ്ഞു തിരിയുന്ന പട്ടികളെ തന്നെ നോക്ക്, അതിന് ഒരു രോഗം വന്നാൽ അത് ആദ്യം ചെയ്യുന്നത് എന്താ? പട്ടിണി കിടക്കും. അത് എന്തു കൊടുത്താലും കഴിക്കില്ല. അതിനറിയാം അതിൻ്റെ രോഗം മാറാനുള്ള രോഗപ്രതിരോധ ശേഷി തളർന്നിരിക്കുന്നത് കൊണ്ടാണ് അതിന് രോഗമുള്ളത്. അപ്പോൾ ആഹാരം ഒഴിവാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ കായകൽപ്പ സംവിധാനം ഉണരും. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ആ ഒരു ചോദന അത് ഉണർന്നിട്ട് ഈ രോഗത്തിനെ ഇല്ലാതാക്കും. ഇത് തന്നെ നമുക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് ആ ഒരു ഫാസ്റ്റിങ്ങിനെ ഔഷധമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനം ഒരുങ്ങി കഴിഞ്ഞാൽ പിന്നെ കൺസ്ട്രക്ഷൻ എളുപ്പമാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കും, ഈ പട്ടിണി കിടക്കുമ്പോൾ അൾസർ പോലെ അല്ലെങ്കിൽ ഗാസ്ട്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ വരില്ലേ? ഇല്ല. അത് വെറും ഒരു തെറ്റിദ്ധാരണയാണ്. പിന്നെ ഈ വർഷങ്ങളായിട്ട് വിരുദ്ധ ആഹാരം കഴിച്ച് പിന്നെ പ്രശ്നമാക്കി വച്ചിരിക്കുന്ന അൾസർ ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് ഫാസ്റ്റ് ചെയ്യുമ്പോൾ ഈ അൾസർ പെട്ടെന്ന് അനുഭവപ്പെടും. അതുവരെ ഇത് പുറത്തു വരാൻ സമ്മതിക്കാത്ത രീതിയിൽ ഈ വേദന എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു നല്ല പട്ടിയെ പോലെയാണ്. ഒരു അപകടമുണ്ട്, ഒരു പാമ്പോ ഒരു ആളോ അതിനകത്ത് കയറിയാൽ പട്ടി കുരയ്ക്കും. ഇതുപോലെയാണ് വേദന. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതയോ അസുഖമോ ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കാനായിട്ട് ശരീരം കാണിക്കുന്ന ഒരു മെസ്സേജാണ്, ഒരു വാർണിംഗ് ആണ് ഈ വേദന. അപ്പോൾ വേദനയ്ക്ക് ഉടനെ വേദന സംഹാരി കഴിച്ച്, അതാണല്ലോ ഇപ്പം ആധുനിക മനുഷ്യൻ ചെയ്യുന്നത്. അതായത് രാത്രി എല്ലാ ദിവസവും ഒരു 12-1 മണിയാകുമ്പോൾ പട്ടി കുരയ്ക്കുന്നു. ഈ പട്ടി ഭയങ്കര ശല്യമല്ലോ, ഇവനൊരു മയക്കുമരുന്ന് കൊടുത്തിട്ടേക്കാം, അപ്പോൾ കുരയിലില്ലല്ലോ എന്ന് ഏതെങ്കിലും ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കുമോ? ബുദ്ധിയുള്ളവൻ ആ പട്ടി എന്തുകൊണ്ട് കുരയ്ക്കുന്നു എന്ന് നോക്കുമ്പോൾ അവിടെ ഏതെങ്കിലും അപകടം ഒളിഞ്ഞിരിക്കുന്നത് കാണാം. ഇതുപോലെ വേദന വരുമ്പോൾ വേദന സംഹാരി കഴിച്ച് ശരീരത്തെ പറ്റിക്കുകയല്ല ചെയ്യേണ്ടത്. വൈ ദാറ്റ് പെയിൻ ഈസ്, എന്തുകൊണ്ട് വേദന വരുന്നു. ഇപ്പോൾ
ഫാസ്റ്റ് ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് അസിഡിറ്റി ഉണ്ട് അല്ലെങ്കിൽ ആസിഡ് കൂടുന്നു എന്ന് തോന്നിയാൽ അപ്പോൾ ചെയ്യേണ്ടത് അനുഭവസ്ഥനായ അറിവുള്ള ഒരു വൈദ്യനെ അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. അപ്പോഴേ പെയിൻ കില്ലർ എഴുതി കൊടുക്കുന്ന ഡോക്ടറെ അല്ല കാണേണ്ടത്, എന്തുകൊണ്ട് ഈ അസിഡിറ്റി ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ മൂലകാരണം കണ്ടെത്തിയിട്ട് അതിന് വേണ്ട യുക്തമായ ഔഷധം കൊടുത്ത് താൽക്കാലികമായി, ഔഷധം സ്ഥിരമായി ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമല്ല, അത് താൽക്കാലികമായ ഒരു ശാന്തി മാത്രമാണ്. ആ താൽക്കാലികമായ ശാന്തി നേടുകയും ഒപ്പം മൂലകാരണത്തെ ഇല്ലാതാക്കുകയും ചെയ്യണം. അതാണ് യഥാർത്ഥ ചികിത്സ. ഓക്കെ.